അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ചെറിയ മരുമകൾ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ മകൻ്റെ ഭാര്യ, എൻ്റെ ഈ ദുരിതങ്ങൾക്ക് എന്താണൊരു അവസാനമുണ്ടാവുക എന്ന് പലപ്പോഴും അത്തരം സഹോദരിമാർ ചോദിക്കാറുണ്ട്. അതായത് തറവാട്ടിലെത്തി മാതാപിതാക്കളെയും കുടുംബങ്ങളെയും ഒക്കെ എന്ത് ചെയ്യണം, നോക്കണം. അതിലുപരി തറവാട് വീടാകുമ്പോൾ എല്ലാവരും അവിടേക്ക് വിരുന്ന് വരും, അവിടെ ഒന്ന് താമസിക്കും. അപ്പോൾ അവർക്കൊക്കെ നല്ല ഭക്ഷണം, നല്ല സൗകര്യങ്ങൾ, അത് നിരന്തരമായിക്കൊണ്ട് വിരുന്നുകാർ വന്നുകൊണ്ടിരിക്കും. പിന്നെ വയസ്സായവരെ സംരക്ഷിക്കുമ്പോൾ അവരുടെ ഭക്ഷണം, അവരുടെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ, ആവശ്യങ്ങൾ, അതൊക്കെ ഒരു ഹോം നേഴ്സിനെ പോലെ കൂടെ നിന്ന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനൊന്നും എനിക്കൊരു അവസാനമില്ലല്ലോ എന്ന്. ചിലപ്പോൾ അവർക്ക് തന്നെ ഒരു 10, 40, 50 വയസ്സായിട്ടുണ്ടായിരിക്കും. എന്നാലും ഈ ഒരു അവസ്ഥക്കൊന്നും മാറ്റം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അതങ്ങനെ ചെയ്തു പോകുമ്പോൾ കൂടുതൽ കൂടുതൽ ഭാരങ്ങളായി അതങ്ങനെ ചെയ്തു പോകേണ്ട ഒരു അവസ്ഥ. എന്താണ് ഒരു പരിഹാരം? പിന്നെ വാപ്പൻ്റെയും ഉമ്മൻ്റെയും ഭാഗത്തുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ അത് വേറെ ഉണ്ടായിരിക്കും. അപ്പോൾ ഭർത്താക്കന്മാരും ചിന്തിക്കും, എന്നാ ഇവൾക്കൊരു മോചനം ലഭിക്കുക എന്ന്. സത്യത്തിൽ ഇതിൻ്റെ ഒരു അടിസ്ഥാന കാര്യം എന്ന് പറഞ്ഞാൽ, വിവാഹം കഴിയുന്നതോടുകൂടെ അവർ രണ്ടുപേരും ഒരു പുതിയ കുടുംബമാണ്. അവർക്കൊരു പുതിയ കുടുംബമായി ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ ഒരു ആഗ്രഹം, വിവാഹം കഴിഞ്ഞാൽ നമുക്കൊരു കുടുംബമായി കുറച്ചൊരു സ്വകാര്യത കിട്ടി ജീവിക്കണമെന്ന്. അത് പലപ്പോഴും ഈ കൂട്ടുകുടുംബങ്ങളിൽ സാധ്യമല്ലാതെ വരികയാണ്. കാരണം അവർക്കെങ്കിലും പുറത്തു പോകാൻ പറ്റില്ല, ആ സമയത്ത് ഇവിടെ ആൾ വേണം, അവർക്കൊരു സ്വകാര്യത കിട്ടില്ല, എല്ലാ സമയത്തും അവിടെ ആളുകളായിരിക്കും. അവർക്ക് സ്വന്തമായൊരു സാധനം വാങ്ങി ഉപയോഗിക്കാനോ, അവർക്ക് സ്വന്തമായ സ്വപ്നങ്ങളോ, ഒരു സ്വന്തമായൊരു വീടോ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് സ്വന്തമായ ചില സ്വപ്നങ്ങളോ ഒന്നും നടക്കാതെ ഈ ഒരു വീടിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ജോലിയെടുത്ത് പണിയെടുത്ത് വേല ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു ദാമ്പത്യ ജീവിതത്തെ എന്ത് ചെയ്യാണ്, പൂർണ്ണമായും ഒരു വീടിൻ്റെ സേവനത്തിന് വേണ്ടി അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സേവനത്തിന് വേണ്ടി ബലി കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് സത്യത്തിൽ ഇവരുടെ വേദനയുടെ അടിസ്ഥാന കാരണം. അപ്പോൾ എന്താണ് പരിഹാരം? ഒന്നിത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും പെരുമാറുക എന്നുള്ളതാണ് അടിസ്ഥാന കാരണം. സത്യം പറയുകയാണെങ്കിൽ എന്താ നല്ല കാര്യം, ഇവർക്കൊരു വീടെന്നൊരു സ്വപ്നം ഉണ്ടല്ലോ. തറവാട് വീടൊക്കെ ഉണ്ടായിക്കോട്ടെ, ഇനി പ്രശ്നമില്ല. കാരണം വാപ്പയുടെ സ്വത്തുക്കളൊക്കെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അത് പിന്നെ ഒരു വീടായിട്ടൊരു മകന് കൊടുക്കണമെന്നൊന്നുമില്ല, എല്ലാവർക്കും തുല്യാവകാശം. ചിലപ്പോൾ ഒരു വീട് മാത്രമേ ഉള്ളൂവെങ്കിലോ ബാക്കിയുള്ളവർക്കൊക്കെ വേണ്ടേ? അപ്പോൾ അവനൊരു വീടുണ്ടാക്കട്ടെ, അതിന് നമ്മൾ അനുമതി കൊടുക്കുക. അവനൊരു വീട്, അത് ദൂരെയല്ലാതെ നമ്മുടെ പരിസരത്തിന് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ സ്ഥലം കൊടുത്തിട്ട് അവരൊരു വീടുണ്ടാക്കാൻ കൊടുക്കുക. കാരണം കഴിഞ്ഞ തലമുറയിലുണ്ടാക്കിയ വീടല്ലേ, അവർക്ക് എന്തായിരുന്നാലും ഒരു വീട് ആവശ്യമാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു വീടുണ്ടാക്കട്ടെ, ആ വീട് അവരുടേതാവട്ടെ, അവരുടെ പേരിലാവട്ടെ. അപ്പോൾ ആ വീട് പൂർത്തിയായി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി താമസിക്കുമ്പോൾ എല്ലാറ്റിനും ഒരു പരിഹാരമാവും. എപ്പോഴും മാതാപിതാക്കൾക്ക് നല്ലത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ മക്കളെടുത്ത് വന്ന് താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഗസ്റ്റ്, ഒരു അതിഥി എന്ന രൂപത്തിലുള്ള വലിയ ആദരവും ബഹുമാനവും നമുക്ക് ലഭിക്കും. നമ്മുടെ വീട് തന്നെ ആകുമ്പോൾ നമ്മളവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണം, നമ്മൾ കൊണ്ടുനടക്കുമ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അവരെ കൂടെ താമസിക്കാം. പിന്നെ പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ എല്ലാ മക്കളെയും ഒരു തുല്യമായി കാണണം. എല്ലാ മക്കളെടുത്തും നമ്മൾ പോയി താമസിക്കുക, അവിടെ മക്കളെ നമുക്ക് പരിചയപ്പെടും. ഇപ്പോൾ നമുക്ക് ഒരു 10, 30 പേരക്കുട്ടികളുണ്ടാവും. അതിൽ നമുക്ക് ആകെ പരിചയം 2, 3 പേരക്കുട്ടികളെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്തുകൊണ്ടാണ്? നമ്മൾ അവരുടെ അടുത്ത് മാത്രമാണ് നിൽക്കുന്നത്. അവർ വാപ്പൻ്റെയും ഉമ്മൻ്റെയും ഒരു സാന്നിധ്യം എല്ലാവർക്കും വേണമെന്നും അവരുമായൊരു ബന്ധം വേണമെന്നും നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് എവിടെ പോയി നിൽക്കുമ്പോഴും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അതൊക്കെ ഭയങ്കരമായ ഒരു വിരുന്നിൻ്റെയും സ്വീകരണത്തിൻ്റെയും നല്ലൊരു അവസ്ഥ ഉണ്ടാവും. അവർ മത്സരിക്കും, നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ വീട്ടിലാവണം എന്നതിലൊക്കെ അവർ മത്സരിക്കും. അപ്പോൾ സ്വാഭാവികമായി എന്താ വെച്ചാൽ, ഈ പെൺകുട്ടിക്കും അവളുടേതായ ഒരു വീടെന്ന സ്വപ്നമുണ്ടായി, അവർക്കും അവരുടേതായ ആശ്വാസമുണ്ടായി, അവൾക്ക് അവിടെ വാപ്പൻ്റെ തുമ്പനത്തും പോകാനും അവരെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ ലഭിക്കും. എല്ലാം അവർക്കും ഒരു സൗകര്യം വരും. അപ്പോൾ ഒരു കുടുംബത്തിന് അവരുടെ കുടുംബജീവിതത്തിൻ്റെ സ്വകാര്യതക്കൊക്കെ പറ്റുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങൾ ലഭിക്കാൻ ഏറ്റവും ഉചിതമായ ഒരു കാര്യം അതാണ്. എന്തായിരുന്നാലും ഈ ഒരവസ്ഥ മനസ്സിലാക്കി ബാക്കിയുള്ള സഹോദരി സഹോദരന്മാരും മാതാപിതാക്കളൊക്കെ ഇവരുടെ സാഹചര്യം മനസ്സിലാക്കി പെരുമാറണം. എങ്കിലേ അവർക്കും ഒരു ജീവിതം സാധ്യമാവുകയുള്ളൂ.